ദൈവസ്നേഹത്തിൻ തൂലികയിൽ ഗാനാഞ്ജലി ഗാനാഞ്ജലി ദിവശാന്തി തന്നീണങ്ങളിൽ ഗാനാഞ്ജലി ഗാനാഞ്ജലി. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗാനാഞ്ജലിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഗാനാഞ്ജലിയുടെ നിമിഷങ്ങളിൽ നിന്ന് ഇവിടെ സ്വാഗതം പറയുമ്പോൾ നിങ്ങളിൽ പലരുടെയും മുഖത്ത് ഒരു ആശ്ചര്യം ഉണ്ടാകുന്നത് എനിക്ക് ഇവിടെ നിന്ന് അനുഭവിക്കാൻ പറ്റും. എന്താണിപ്പോൾ രാജേഷ് ക്യാമറയുടെ പുറകിൽ നിന്ന് ക്യാമറയുടെ മുൻപിലേക്ക്? ഒരു പ്രത്യേക കാരണമുണ്ട്. നമ്മൾ ഗാനാഞ്ജലി യാത്ര ആരംഭിച്ചിട്ട് ഏതാണ്ട് 150-ലധികം എപ്പിസോഡുകൾ കഴിഞ്ഞിരിക്കുന്നു. തുടർന്നുള്ള 2-3 എപ്പിസോഡുകൾ, ഈ എപ്പിസോഡുകളോടുകൂടി ഗാനാഞ്ജലി പൂർണ്ണമാവുകയാണ്. ഞാൻ ആലോചിച്ചു, എങ്ങനെയാണ് ഗാനാഞ്ജലി അവസാനിപ്പിക്കേണ്ടത്? എൻ്റെ മനസ്സിൽ അധികമൊന്നും ആലോചിക്കാതെ തന്നെ ഒരു ഉത്തരം വന്നു. ഇത് ഗാനാഞ്ജലി അവസാനിപ്പിക്കുന്ന നിമിഷം തീർച്ചയായും ആ എപ്പിസോഡുകൾ അവസാനിക്കേണ്ടത് ബഹുമാനപ്പെട്ട ജോൺ പൈനുങ്കൽ അച്ഛനെ ഇരുത്തി തന്നെ വേണമെന്ന്. ഗാനാഞ്ജലി ഇത്രയും നാൾ നയിച്ച ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഗാനങ്ങളിലൂടെയുള്ള ഒരു യാത്രയാവണം ഗാനാഞ്ജലി പൂർണ്ണമാവുമ്പോഴെന്ന്. അതുതന്നെയാണ് ഒരു അവതാരകനായി, ആങ്കറായി ഞാനിവിടെ നിൽക്കാനും കാരണം. ഏതാണ്ട് 500-ലധികം ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ക്രിസ്തീയ ഭക്തിഗാന ശാഖയ്ക്ക് സംഭാവന നൽകിയ ബഹുമാനപ്പെട്ട അച്ഛൻ, എത്രയോ ഹിറ്റുകൾ അച്ഛൻ നമുക്കായി തന്നു. ഇന്ന് ഗാനാഞ്ജലി പൂർണ്ണമാവുമ്പോൾ നമ്മുടെ അതിഥിയായിട്ട് ഇന്നുള്ളത് ഗാനാഞ്ജലിയുടെ സ്വന്തം അംഗം തന്നെയാണ്. എങ്കിലും ഞാനിവിടെ നിൽക്കുമ്പോൾ അതിഥി എന്ന് വിശേഷിപ്പിക്കുന്നു എന്ന് മാത്രം. ബഹുമാനപ്പെട്ട അച്ഛൻ തന്നെയാണ്. ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ബഹുമാനപ്പെട്ട ജോൺ പൈനുങ്കൽ അച്ഛനെ ഗാനാഞ്ജലിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം. അച്ഛന് ഒരു അതിഥിയായിട്ട് എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഇത്രയും നാൾ പരീക്ഷ നടത്തിയ ഒരു അധ്യാപകൻ ഇപ്പൊ പരീക്ഷ എഴുതാൻ വന്നിരിക്കണ പോലെ തോന്നുന്നു. ചോദ്യപേപ്പറൊക്കെ കണ്ട് ഞെട്ടിയിരിക്കില്ലേ? ചോദ്യങ്ങൾ കേട്ട് പേടിച്ചിരിക്കുക. ഇത്രയും നാൾ എല്ലാവരോടും നമ്മൾ ചോദ്യം ചോദിക്കുകയായിരുന്നു. അപ്പൊ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നമുക്ക് ഗാനാഞ്ജലി ആരംഭിക്കാം. അച്ഛനിപ്പോ വൈദികനായിട്ട് എത്ര വർഷങ്ങളായി? 1995 ഡിസംബർ 15. ഏതാണ്ട് 19 വർഷം കഴിഞ്ഞിരിക്കുന്നു അല്ലേ? എങ്ങനെയാണ് ഈ 19 വയസ്സിലും വൈദികനായിട്ട് 19 വയസ്സ്, ഒരു 19ന്റെ നിറവിൽ തന്നെ ഇപ്പോഴും ഇരിക്കാൻ പറ്റുന്നതും ചിരിക്കാൻ പറ്റുന്നതും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതും എന്താണ് എൻ്റെ രഹസ്യം? പ്രത്യേകിച്ച് എന്ത് രഹസ്യം? നമുക്ക് ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഷൂട്ടിൻ്റെ സമയത്താണെങ്കിലും പുറത്തു വച്ചിട്ടാണെങ്കിലും ഒക്കെ കാണുമ്പോൾ അച്ഛൻ്റെ ഒരു ഫ്രഷ്നെസ്സിനെ പറ്റിയും ചെറുപ്പത്തെയും പറ്റിയും പറയുന്നത് ഞാൻ തന്നെ കേൾക്കാനിടയായിട്ടുണ്ട്. ഒരുപക്ഷെ അച്ഛനോട് പലരും നേരിട്ടും വന്ന് പറഞ്ഞു കാണും. ഇതിൻ്റെ പിന്നിൽ ചിലപ്പോൾ ഒരു ചിട്ടയായ ജീവിതം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അച്ഛൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണോ എന്നറിയാനായിട്ടുള്ളൊരു കൗതുകം കൊണ്ടാണ്. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ചിട്ടയായ ജീവിതമാണോ എന്ന് വെച്ചാൽ കുറേയൊക്കെ ചിട്ടയുണ്ട്, ഭക്ഷണ നിയന്ത്രണമുണ്ട്. അതല്ലാതെ വേറൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു, ദൈവകൃപ. എന്നും ഇങ്ങനെ ഇരിക്കാൻ പറ്റട്ടെ. താങ്ക് യു. 19 വർഷം കഴിഞ്ഞിരിക്കുന്നു വൈദികനായിട്ട്. അച്ഛൻ്റെ ഒരു ദൈവവിളിയെക്കുറിച്ച് ഓർത്താൽ, സാധാരണ നമ്മൾ നമ്മുടെ കലാലയ ജീവിതത്തിൽ, സ്കൂൾ ജീവിതത്തിലൊക്കെ നമുക്ക് ഡോക്ടറാവണം, എഞ്ചിനീയർ, ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ഭാവിയെക്കുറിച്ചൊരു ചിന്തയും കാര്യങ്ങളൊക്കെ ആഗ്രഹങ്ങളൊക്കെ വരും. ആ സമയത്ത് തന്നെ അച്ഛൻ അങ്ങനെ എൻ്റെ ഒരു വിളി അത് അച്ഛൻ തിരിച്ചറിഞ്ഞിരുന്നു? അതോ മറ്റേതെങ്കിലും ഒരു പ്രത്യേക ജീവിത സാഹചര്യത്തിൽ അച്ഛൻ തിരിച്ചറിഞ്ഞതും ഇന്ന് വൈദികനായതുമാണോ? ഞാൻ ചെറുപ്പമായിരിക്കുമ്പോൾ
എൻ്റെ ഇടവകപ്പള്ളിയിൽ വികാരിയായിട്ട് വന്ന ജോൺ തോട്ടുപുറ അച്ഛൻ. അച്ഛൻ ഇപ്പോഴും ഉണ്ട്. അച്ഛൻ തിരുനെല്ലൂർ പള്ളി വികാരിയാണ്. അച്ഛൻ ഞങ്ങളെ കുറേ കുഞ്ഞുങ്ങളെ എപ്പോഴും അച്ഛനോട് ചേർത്ത് നിർത്തിയിരുന്നു. അൾത്താര ബാലന്മാരാക്കി അച്ഛൻ ഞങ്ങളെ ഒത്തിരി സ്നേഹിച്ചു കൊണ്ട് നടന്നു. അച്ഛൻ നല്ലൊരു പാസ്റ്ററായിരുന്നു. അച്ഛൻ്റെ നിറം വളരെ കറുപ്പാണ്, പക്ഷേ ഒന്നാന്തരം വെളുത്തൊരു മനസ്സുണ്ട് അച്ഛനുണ്ട്. ഇടവക മുഴുവൻ ഒരു സൈക്കിളിൽ എത്തുന്ന ഒരച്ഛൻ, കുഞ്ഞുങ്ങളെയൊക്കെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരച്ഛൻ. അച്ഛൻ ഞങ്ങളെല്ലാം ഒത്തിരി സ്നേഹിച്ചിട്ടുണ്ട്, വളർത്തിയിട്ടുണ്ട്, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. 6 വർഷം കഴിഞ്ഞ് അച്ഛൻ ഒരു ഇടവകയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അത് കാണുന്നത്. ഒരു ഇടവക ജനം മുഴുവൻ വാവിട്ട് കരയുക. ഒരച്ഛൻ സ്ഥലം മാറി പോകുമ്പോൾ ഇടവക ജനം മുഴുവൻ ഒന്നടങ്കം കരയുകയാണ് അച്ഛൻ പോകുന്ന കണ്ടിട്ട്, ഇടവകയിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്. അത്ര സ്നേഹത്തോടെ കടന്നുപോയ ജോൺ തോട്ടുപുറം അച്ഛൻ്റെ ഒരു പ്രചോദനം, അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ എൻ്റെ അപ്പൻ്റെ അനിയൻ ഒരു വൈദികനാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ 4-5 അച്ഛന്മാരുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യം, അത് എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ ഇത് ഈ പറയുന്നത്, ഇപ്പൊ ഈ അച്ഛനെ കാണുന്നതും അച്ഛൻ ഇടവകയിൽ വരുന്നതും? ഞാനൊരു 5-ാം ക്ലാസ് 6-ാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോഴായിരിക്കും. അപ്പൊ ഞാൻ പറയുന്നത് ഈ ഒരു അച്ഛന്റെ ഒരു കെയറിങ്ങും അച്ഛന്റെ ഒരു ഇൻസ്പിറേഷനും, അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ ആവണം, അല്ലെങ്കിൽ എനിക്കും ഒരു അച്ഛനാവണം എന്നൊക്കെ ആദ്യമായിട്ട് ചില ആഗ്രഹങ്ങൾ ആ സമയത്തായിരിക്കും. അതെ അതെ. പക്ഷെ അതൊരു ഒരു തീരുമാനത്തിലേക്ക് വരണമല്ലോ. നമ്മൾ 5-ൽ പഠിക്കുന്നു, 6-ൽ പഠിക്കുന്നു, നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവാം, അല്ലെങ്കിൽ എനിക്കും ഒരു ഉണ്ടാവാം. പക്ഷെ നമ്മളതൊരു തീരുമാനത്തിലേക്ക് വരുന്നതൊക്കെ എപ്പോഴാണ്? അച്ഛൻ ഞങ്ങളുടെ അവിടെ നിന്ന് പോകുന്ന 6 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ ഏതാണ്ട് 10-ാം ക്ലാസ് ആകുമ്പോഴാണ് അച്ഛൻ പോകുന്നത്. 10-ാം ക്ലാസ് കഴിഞ്ഞ് നേരെ നമ്മൾ അവധിക്ക് നേരെ ചെല്ലുന്ന അച്ഛൻ്റെ അടുത്തേക്കാണ്. അച്ഛൻ മാറിപ്പോയ ഇടവകയിലേക്ക് ചെല്ലുകയാണ്. വീണ്ടും അച്ഛൻ്റെ അടുത്ത് എല്ലാ അവധിക്കാലത്തും ചെല്ലും ഞങ്ങൾ കുട്ടികളെല്ലാം കൂടെ അച്ഛൻ്റെ അടുത്ത്. അങ്ങനെ അച്ഛൻ മാറിപ്പോയെങ്കിലും അച്ഛൻ്റെ ഒരു സ്നേഹ വലയത്തിലായിരുന്നു ഞങ്ങൾ. അച്ഛൻ എപ്പോഴും പ്രോത്സാഹിപ്പിക്കും, ഏത് തലത്തിൽ പോയാലും നന്നായിട്ട് വരണം. സെമിനാരി ചേരണം എന്നുള്ള ആഗ്രഹം പറഞ്ഞപ്പോഴും അച്ഛനാണ് പ്രോത്സാഹിപ്പിച്ചത്. അങ്ങനെയാണ് ആ വഴിക്ക് പോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ വീട്ടിലെ സാഹചര്യം, 5-6 അച്ഛന്മാരുണ്ട് കുടുംബത്തിൽ. അപ്പോൾ അവരുടെയൊക്കെ ഒരു സ്നേഹം, ഒരു പിന്തുണ, ഒരു പ്രോത്സാഹനം, ആ ഒരു സാഹചര്യമാണ് ഈ വൈദിക ജീവിതത്തിലേക്ക് തിരിച്ചുവിടുന്നത്. പൗരോഹിത്യ സ്വീകരണ ചടങ്ങുകൾ, അതൊക്കെ അച്ഛൻ ചില നിർബന്ധ ബുദ്ധിയിൽ എൻ്റെ പൗരോഹിത്യം പ്രത്യേകമായി ഇന്ന രീതിയിൽ വേണം എന്നൊക്കെ ആഗ്രഹം പ്രകടിപ്പിച്ച് അങ്ങനെയായിരുന്നു അച്ഛൻ്റെ പൗരോഹിത്യ സ്വീകരണ ചടങ്ങുകൾ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് കൂടി അവരുടെ അറിവിലേക്ക് കൂടി ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. സെമിനാരി പരിശീലനമൊക്കെ ഏതാണ്ട് പൂർത്തിയാക്കി പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ സമയമായി. അപ്പോൾ ആ ഒരു വർഷം, ഒരു ഫൈനൽ ഇയർ, എല്ലാവരും ഇതിനുള്ള സ്വപ്നങ്ങൾ മെനയുന്ന ഒരു കാലമാണ്. എങ്ങനെയായിരിക്കണം എൻ്റെ പട്ടം, ഏതൊക്കെ രീതിയിൽ നടത്തണം, എല്ലാവർക്കും ഉണ്ടാവും കുറേ നിറമാർന്ന സ്വപ്നങ്ങൾ. കുറേയൊക്കെ നിറമാർന്ന സ്വപ്നങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു. എങ്കിലും അതിന് വലിയൊരു വർണ്ണപ്പൊലിമ എന്നും കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നിയിരുന്നില്ല. എൻ്റെ ഇടവകയിൽ ആദ്യത്തെ ഇടവക വികാരി ആയിട്ട് മാറുന്ന ആളായിട്ട് ഞാൻ, എൻ്റെ ഇടവകയിൽ നേരെ കുടുംബങ്ങൾ, അതെ, പലരും പല കോൺഗ്രിഗേഷൻസിലാണ് അച്ഛന്മാരായിട്ടുള്ളത്, പല സന്യാസ സഭകളിൽ. അപ്പോൾ ഒരു ഇടവക വൈദികനായിട്ട് ആദ്യമായിട്ട് അഭിഷിക്തനാകുന്ന ആൾ ഞാനാണ്. അപ്പോൾ അതുകൊണ്ട് ഇടവക ജനത്തിനും ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, നമുക്ക് ആഘോഷമാക്കണം പട്ടം, അങ്ങനെ ഒരു സ്വപ്നമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ അപ്പച്ചൻ അസുഖമായിട്ട് ലിസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. ഏതാണ്ട് 1 മാസത്തോളം അപ്പച്ചൻ ആശുപത്രിയിലാണ്, ലിവർ ക്യാൻസർ അപ്പച്ചൻ. എൻ്റെ പട്ടം എടുത്തു വരുന്നു. ഡിസംബർ മാസത്തിൽ സാധാരണ ക്രിസ്തുമസ് കഴിഞ്ഞിട്ടാണ് പട്ടം. അപ്പം ഞാൻ ഡോക്ടറെ ചെന്ന് കാണുന്നു, അമ്മച്ചി ഹോസ്പിറ്റലിൽ അപ്പച്ചൻ്റെ കൂടെ ഡോക്ടറെ ചെന്ന് കാണുന്നു. ഡോക്ടർ പറയുന്നു, എന്ത് സംഭവിക്കാം, ഒന്നും പറയാൻ പറ്റത്തില്ല നമുക്ക്, നാളെ ആവാം, ഒരുപക്ഷെ കുറേ നാളുകൂടെ ജീവിച്ചിരിക്കും. വിവരം പിതാവിനെ പോയി കണ്ട് പറയുന്നു, ഇങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്. പിതാവ് പറയുന്നു, നമുക്ക് ക്രിസ്മസിന് മുമ്പ് നടത്താം, കുഴപ്പമുണ്ടോ എന്നോട് ചോദിക്കുന്നു. ഒരു കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ലിസി ആശുപത്രിയിൽ വെച്ച് പട്ടം നടത്താൻ തീരുമാനിക്കുകയാണ്. ആദ്യമായിട്ട് ഹോസ്പിറ്റലിൻ്റെ ചരിത്രത്തിൽ ലിസി ആശുപത്രിയുടെ ചാപ്പലിൽ വെച്ചാണ് പട്ടം നടക്കുന്നത്. അങ്ങനെ ലിസി ആശുപത്രിയിൽ വെച്ച് എൻ്റെ പട്ടം തീരുമാനിക്കുന്നു. അപ്പോൾ പിതാവിനെ പോയി കാണുന്നത് ഒരു വെള്ളിയാഴ്ച, 8-ാം തീയതി. പിതാവ് ചോദിക്കുന്നു, അടുത്ത വെള്ളിയാഴ്ച നമുക്ക് പട്ടം നടത്തിയാലോ? ഒരു സ്പെഷ്യൽ പെർമിഷനിലൂടെ നടക്കുന്നതാണ്. അതെ, അടുത്ത വെള്ളിയാഴ്ച പട്ടം നടത്തിയാലോ? ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. പിതാവ് ചോദിച്ചു, വെള്ളിയാഴ്ച ആയതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, എന്നാൽ വെള്ളിയാഴ്ച 3 മണിക്ക് പട്ടം. അപ്പോൾ പട്ടത്തിന് മുമ്പ് ധ്യാനം കൂടാൻ പോകണ്ടേ? ഞാൻ പറഞ്ഞു, പോകാം. പിതാവ് തന്നെ
നമ്മുടെ മലയാറ്റൂരുള്ള ഇല്ലിത്തോടുള്ള ആശ്രമത്തിലേക്ക് വിളിക്കുന്നു. വിളിച്ചിട്ട് പറയും നിന്നെ പോലെ സ്പെഷ്യൽ കേസാണ്, ഒരു വൈദിക വിദ്യാർത്ഥി ഞാൻ അങ്ങോട്ട് വിടുന്നുണ്ട്, ഒന്ന് പ്രത്യേകം നോക്കണം, അടുത്ത വെള്ളിയാഴ്ച പട്ടമാണ്. അങ്ങനെ അരമനയിൽ നിന്ന് തന്നെ എന്നെ നേരെ ഇങ്ങോട്ട് കൊണ്ടാക്കുന്നു, ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടാക്കുകയാണ്. അടുത്ത വെള്ളിയാഴ്ച വന്നാൽ മതി, പട്ടത്തിൻ്റെ അന്ന് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പിതാവ് താഴത്തുനിന്ന് തയ്യൽക്കാരനെ, ലോഹ തയ്ക്കുന്ന ആളെ വിളിച്ചു വരുത്തുന്നു. ഒരു തുണി എടുത്തിട്ട് അദ്ദേഹത്തിന് കൊടുത്തിട്ട് പറഞ്ഞു, ഈ ചെമ്മാച്ചൻ്റെ അളവിൽ ഒരു ഉടുപ്പ് തയ്ച്ചു വെച്ചേക്കണം, അടുത്ത വെള്ളിയാഴ്ച പട്ടമാണ്. മനത്തോടത്ത് പിതാവാണ് അന്ന് സഹായമെത്രാൻ. പടിയറ പിതാവ് നാട്ടിലുമില്ല. മനത്തോടത്ത് പിതാവ് റിസ്ക് എടുത്തിട്ട് ഇത് ചെയ്യുകയാണ്. 2 കൈ കൊണ്ടും പൈസ വാരി എൻ്റെ കയ്യിലേക്ക് തരുന്നു. ഇത് കൊണ്ടുപോയി അമ്മച്ചിയുടെ കൈ കൊടുക്കും, എന്നിട്ട് ആശുപത്രിയിൽ നിന്ന് അവരോട് പറഞ്ഞിട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതും വാങ്ങി പൈസയും വാങ്ങി നേരെ അവിടെ നിന്ന് വന്ന് പൈസ കൊണ്ടുവന്ന് അമ്മച്ചിയുടെ കൊടുത്ത് ആശുപത്രിയിൽ നിന്ന് നേരെ ധ്യാനത്തിന് പോകും. അരമനയിൽ നിന്ന് തന്നെ ധ്യാനത്തിന് ഉണ്ടാക്കുന്നു. ധ്യാനം തീരണ ദിവസം അരമനയിൽ നിന്ന് കാറ് വന്നു. അരമനയിൽ വന്ന് തിരിച്ച് അവിടെ വന്ന് പിതാവിൻ്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഉച്ച കഴിഞ്ഞ് ലിസ്റ്റിലേക്ക് പോകുന്നു പട്ടത്തിൽ. സെമിനാരി ചെന്ന് ഞാൻ ഈ വിവരം റക്ടർച്ചനോട് പറയണമല്ലോ, പട്ടമാണ്. പറയാൻ ചെന്നപ്പോൾ ഒലിയപ്രോച്ചനാണ്. അച്ഛൻ പറഞ്ഞു നടത്ത്, പിതാവ് പറഞ്ഞ പോലെ നടത്തിക്കും, ഒരു കുഴപ്പമില്ല. അപ്പോൾ ആർക്കും വരാൻ പറ്റില്ല സെമിനാരിന്ന്, കാരണം സെമിനാരിയിൽ എൻ്റെ ബാച്ചുകാർക്ക് എല്ലാവർക്കും ധ്യാനം. എന്നാൽ അച്ഛൻ പറഞ്ഞു സാരമില്ല, നടത്ത്, അതങ്ങനെ തന്നെ പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പട്ടം നടത്തുന്നു. പട്ടം നടത്താനായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായി തദേവുസച്ചൻ്റെ നേതൃത്വത്തിൽ കൊയർ. സ്വാഗതം പറയുന്നത് എൻ്റെ വികാരിച്ചൻ. ഇടവകയിൽ വെച്ച് നടത്തേണ്ടതായിരുന്നല്ലോ, അതുകൊണ്ട് അച്ഛൻ സ്വാഗതം പറയുകയാണ്. വികാരിച്ചൻ അൾത്താരെ കയറി നിന്ന് സ്വാഗതം പറയുകയാണ്. നമ്മുടെ ഇടവക വികാരിയാകേണ്ട ആദ്യത്തെ കൊച്ച് അച്ഛനാവുന്നത് ആരുമില്ലാണ്ട് അനാഥനെ പോലെ ആശുപത്രിയിൽ വെച്ചാണ്. അതാണ് അച്ഛൻ പറഞ്ഞ ആദ്യത്തെ സെൻറ്റൻസ്. എന്നിട്ട് അച്ഛനൊന്ന് തേങ്ങി. പള്ളികത്ത് ആദ്യത്തെ 5 മിനിറ്റ് കൂട്ടക്കരച്ചിൽ. പള്ളികത്ത് എല്ലാവരും കരയും, കാരണം വന്നിരിക്കുന്ന മുഴുവൻ എൻ്റെ നാട്ടുകാരാണ്, എല്ലാവരും കരയാണ്. ആദ്യത്തെ 5 മിനിറ്റ് കരച്ചിൽ. അപ്പച്ചനെ വീൽ ചെയറിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട് അൾത്താരയുടെ മുന്നിൽ. 5 മിനിറ്റ് കരച്ചിൽ, കൂട്ടക്കരച്ചിൽ പള്ളികത്ത്. അതിനുശേഷം പട്ടത്തിൻ്റെ കർമ്മങ്ങളെല്ലാം നടക്കുന്നു. ഞാൻ അപ്പച്ചനെ കൊണ്ടുവന്ന് കുർബാനയ്ക്ക് കൊടുത്തു. അന്ന് വൈകുന്നേരം അവിടെ ഞാൻ ലിസി ഹോസ്പിറ്റലിൽ താമസിക്കുന്നു. പിറ്റേന്ന് എൻ്റെ ഇടവ പള്ളിയിലേക്ക് അവർ പട്ടവും നടത്താൻ പറ്റിയില്ല പള്ളിയിൽ വെച്ച്, അതുകൊണ്ട് പുത്തൻ കുർബാന അവിടെ നടത്താം എന്ന് പറഞ്ഞിട്ട് അവർ വന്ന് എന്നെ ലിസിയിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയി. കുർബാന കഴിയുമ്പോൾ വലിയ മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, വലിയ സ്വീകരണ പരിപാടികളൊക്കെ. പുത്തൻ കുർബാന കഴിഞ്ഞു? അതെ, ഇല്ല, അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുർബാനയ്ക്ക് അവിടെ ചെന്നു. കുർബാന നടന്നുകൊണ്ടിരിക്കെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വന്നു, സീരിയസ് ആവുകയാണ്, എത്രയും വേഗം തിരിച്ചു പോരണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുർബാന തീർന്ന ഉടനെ തന്നെ തിരിച്ചു പോയിരുന്നു. അപ്പോൾ വികാരിച്ചൻ അനൗൺസ് ചെയ്തു, നമ്മൾ മീറ്റിംഗ് പരിപാടിയൊന്നും ഉണ്ടായിരിക്കുന്നതല്ല, അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് തിരികെ പോവുകയാണ്, അപ്പച്ചന് സീരിയസ് ആണെന്ന് പറഞ്ഞ് ഫോൺ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മീറ്റിംഗും പരിപാടിയൊന്നും നടന്നില്ല. അപ്പോൾ തന്നെ ആളുകളും എല്ലാവരും കൂടെ ഞങ്ങൾ നേരെ ലിസിയിലേക്ക് അവിടെ വന്നു. വൈകുന്നേരം അപ്പച്ചൻ മരിച്ചു. കാണാൻ പറ്റിയായിരുന്നു? കാണാൻ പറ്റി. പട്ടം കഴിഞ്ഞ് പിറ്റേ ദിവസം അപ്പച്ചൻ മരിച്ചു. സത്യത്തിൽ അച്ഛനെടുത്ത തീരുമാനം ഏതോ പുണ്യപ്പെട്ട നിമിഷത്തിലെടുത്ത തീരുമാനമാണ്. കാരണം ഒരു പരിശുദ്ധാത്മ ചിന്തയില്ലാതെ അങ്ങനെ കൃത്യമായിട്ട് അച്ഛൻ അങ്ങനെ ഒരു തോന്നലുണ്ടാവാനും അവിടെ വെച്ച് ലിസി ഹോസ്പിറ്റലിൽ വെച്ച് നടത്താനും, അതും എനിക്ക് ഏറ്റവും സ്ട്രൈക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം അച്ഛൻ പറയുമ്പോൾ, ഒരച്ഛനായി ആദ്യ കുർബാന സ്വന്തം അപ്പച്ചന് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു നിമിഷം. കൊടുത്ത് പിറ്റേ ദിവസം ആൾ മരിച്ചു. അതായത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തത്. നമുക്ക് അച്ഛൻ്റെ ഗാനരചനയുടെ മേഖലയിലേക്ക് വരാം. ഒരുപാട് ഭക്തിഗാനങ്ങൾ ക്രിസ്തീയ ഭക്തിഗാന ശാഖയ്ക്ക് അങ്ങയുടെ സംഭാവനയായിട്ടുണ്ട്. സത്യത്തിൽ ഗാനാഞ്ജലിയിലൂടെ കുറേ പേര് അങ്ങേ അറിയുമെങ്കിലും അതിനൊക്കെ ഒരുപാട് മുമ്പ് തന്നെ ഈ ഭക്തിഗാനങ്ങളിലൂടെ തന്നെ അങ്ങ് സുപരിചിതനാണ്. ആരും പെട്ടെന്നൊരു പ്രഭാതത്തിൽ ഒരു പേപ്പറും പേനയും വെച്ചിരിക്കുന്നില്ല, ഇന്നൊരെണ്ണം അങ്ങോട്ട് എഴുതി തുടങ്ങിയേക്കാം, അങ്ങനെ ഒരു ചിന്തയിൽ ഒരാളും ഇരിക്കുന്നില്ല, അങ്ങനെ ഒരു കവിതയും വരില്ല. പക്ഷേ ഇത് ഒരുപാട് നാളുള്ള എനിക്കിത് ശരിയാവുമോ ആവില്ലയോ സങ്കോചത്തിൻ്റെയും ഒരു ഭയപ്പാടിൻ്റെയും ആദ്യ വരികൾ എഴുതി തുടങ്ങുമ്പോൾ തന്നെ ഇത് ശരിയായോ, അല്ലെങ്കിൽ ഇങ്ങനെയെല്ലാം ഒരു യാത്രയുണ്ട്. ഒരു പെർട്ടിക്കുലർ ഒരു സമയത്താണ് എനിക്കിത് സാധിക്കും, തരക്കേടില്ലാതെ എനിക്കും പറ്റുന്നുണ്ടല്ലോ, ഒരു ദൈവകൃപയുണ്ടല്ലോ എന്നൊക്കെ മനസ്സിലാവുന്നത്. എന്നാണ് ഒരു ഗാനരചനയുടെ മേഖലയിൽ അങ്ങേക്കിങ്ങനെ ഒരു നൈപുണ്യമുണ്ട്
എന്ന് തിരിച്ചറിയുന്നതും ആദ്യം എഴുതി തുടങ്ങുന്നതും? ചെറുപ്പം മുതലേ കവിതകളോട് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ കവിതകൾ ഒത്തിരി വായിക്കും. മലയാളം ടീച്ചർ ആനി ടീച്ചർ കവിത പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ഇത് ചൊല്ലി കേൾപ്പിക്കുന്ന ആൾ ഞാനായിരിക്കും. അപ്പോൾ കവിതകൾ അന്ന് മുതലേ നമ്മുടെ മനസ്സിലുണ്ട്. മലയാളത്തിനോടൊരു ഒരു താല്പര്യമുണ്ട്. ആ ഭാഷയോടുള്ളൊരു സ്നേഹം, കവിതയോടുള്ളൊരു സ്നേഹം അതുണ്ട്. പിന്നീട് സെമിനാരിയിൽ വന്ന ശേഷം സെമിനാരിയിൽ വെച്ച് റേഡിയോ നിലയങ്ങൾക്ക് വേണ്ടി ഞാൻ പാട്ടുകൾ എഴുതുമായിരുന്നു. അത് ലളിതഗാനങ്ങളാണോ അതോ ദേശഭക്തി ഗാനങ്ങളും ഉണ്ട്, ഭക്തി ഗാനങ്ങളും ഉണ്ട്. ഓ ശരി. യുവവാണി എന്ന് പറഞ്ഞ പ്രോഗ്രാം, യുവവാണിക്ക് വേണ്ടി ഒത്തിരി പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ സെമിനാരിയിൽ നിന്ന് കുറച്ച് പേര് കൂടിയിട്ട്, ഈ ഒരു ടേസ്റ്റുള്ള കുറച്ച് പേര് കൂടിയിട്ട് അവിടെ തന്നെ ഇരുന്ന് ചെറിയ നാടകങ്ങൾ ഉണ്ടാക്കും, ചെറിയ സ്കിറ്റുകൾ, പാട്ടുകൾ. പിന്നെ രാവിലെയുള്ള പ്രഭാത ഗീതത്തോടനുബന്ധിച്ച് കുറേ ഭക്തിഗാനങ്ങളുടെ ചാൻസസ് ഉണ്ട്. പിന്നെ സ്വാതന്ത്ര്യ ദിനം വരുമ്പോൾ അല്ലെങ്കിൽ റിപ്പബ്ലിക് ഡേ വരുമ്പോൾ ദേശഭക്തി ഗാനങ്ങൾ വേണം. അങ്ങനെ പല അവസരങ്ങളിലും എന്നാണ് എഴുതി തുടങ്ങുന്നതെന്ന്. അതെ, അവിടെ വെച്ച് എഴുതുമായിരുന്നു. സെമിനാരിൽ മൈനർ സെമിനാരി വെച്ച് തന്നെ മൈനർ സെമിനാരിലെ മാസികയ്ക്ക് വേണ്ടി കവിത എഴുതി. പിന്നീട് അല്ല, അച്ഛൻ ഏതെങ്കിലും ഒരു ഇൻസ്പിറേഷൻ കൊണ്ടാണോ അത് അച്ഛൻ സ്വയം എഴുതി തുടങ്ങി നോക്കുന്നതാണ്? അങ്ങനെ എഴുതി നോക്കിയതാണ്. അങ്ങനെ എഴുതി സെമിനാരിൽ വെച്ചത് റേഡിയോയിലേക്ക് എത്തി. തൃശ്ശൂർ നിലയത്തിൽ പോയി കവിത പാടി. പിന്നീട് പുറത്തേക്ക് വൈദികനായി പുറത്തു വന്ന ശേഷം, വൈദികനാകുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ സെമിനാരി ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഒരു ലളിതഗാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു 10-15 മിനിറ്റ് ലെങ്ത്തുള്ള പല താളങ്ങളിൽ ചിട്ടപ്പെടുത്തേണ്ട പാട്ടുകൾ എഴുതി. അത് ഞങ്ങൾ ചിട്ടപ്പെടുത്തി അതിന് പല സ്ഥലങ്ങളിൽ പോയി മത്സരിച്ച് ഞങ്ങൾ സമ്മാനം വാങ്ങി. അതിനുശേഷമാണ് ഒരു കാസറ്റ് രംഗത്തേക്കൊക്കെ വരുന്നത്. അപ്പൊ ഈ സെമിനാരി വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ ഒരു എന്താണ്, എനിക്കിത് പറ്റും, എനിക്ക് ഇങ്ങനെ ഒരു കൃപയുണ്ടെന്നൊക്കെ ഒരു ബോധ്യതലത്തിലേക്കൊക്കെ വരാൻ പറ്റിയത്? അതെ, ഒരു ദൈവകൃപയുടെ ഒരു സ്പർശം നമുക്കുണ്ടെന്ന് പതുക്കെ ബോധ്യപ്പെടുന്നു. തദേവുസച്ചന്റെ കൂടെയാണ് ഞാൻ റീജൻസ് ചെയ്യുന്നത്. ഒരു 6 കൊല്ലത്തെ പഠനത്തിന് ശേഷം തദേവുസച്ചന്റെ കൂടെ 1 കൊല്ലം ഉണ്ടായിരുന്നു. അച്ഛൻ അവിടെ വെച്ച് എൻ്റെ അച്ഛൻ ഒരു എഴുത്തുകാരൻ നമുക്കറിയാം. അപ്പോൾ അച്ഛൻ പറഞ്ഞു പാട്ട് എഴുതരാൻ പറഞ്ഞു. അങ്ങനെ എഴുതി. അച്ഛൻ അപ്പോൾ അന്ന് പിൽഗ്രിംസ് കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ട്രൂപ്പ് ഉണ്ട് അച്ഛന്. അവരുടെ റേഡിയോ പ്രോഗ്രാം എപ്പോഴും റേഡിയോയിൽ വരും. അപ്പോൾ ആ കൂട്ടത്തിൽ എൻ്റെ പാട്ടും അച്ഛൻ കൂട്ടി. അപ്പോൾ അതും ഒരു വാതിലായി എനിക്ക്. പിന്നെ അന്ന് മുതൽ സ്റ്റുഡിയോ എക്സ്പീരിയൻസ് ആയി. കാരണം അച്ഛൻ്റെ എല്ലാ റെക്കോർഡിങ്ങിനും ഞാനും ഉണ്ട് സ്റ്റുഡിയോയിൽ. അച്ഛൻ്റെ റെക്കോർഡിങ്ങിലൊക്കെ കോറസ് പാടാൻ ഞാനും നിൽക്കും. അങ്ങനെ ഒരു സ്റ്റുഡിയോ എക്സ്പീരിയൻസ് ആയി, കലാകാരന്മാരായിട്ട് പരിചയമായി. അപ്പോൾ ഓരോ വാതിലുകൾ ദൈവം ഇങ്ങനെ തുറന്ന് തരികയാണ്. അങ്ങനെയാണ് നമ്മുടെ യാത്ര. എന്തായാലും നമുക്ക് അങ്ങയുടെ ഗുരുവുമൊത്തുള്ള എക്സ്പീരിയൻസ് ഒക്കെ കൂടുതൽ ഷെയർ ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ഈ ഗാനാഞ്ജലിയിൽ, ഉറപ്പായിട്ടും. നമുക്ക് അതിനു മുമ്പ് അച്ഛൻ്റെ ഒരു ഗാനം, നമ്മൾ ഏത് ഗാനമാണ് അച്ഛൻ പോകാൻ ആഗ്രഹിക്കുന്നത്? ഓ ക്രൂശിതനെ എന്ന് പറഞ്ഞിട്ടൊരു ഗാനമുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് പോകാം. കുരിശ് എന്ന് പറയുന്നത് ഒരു 2 തടിക്കഷ്ണം ചേർത്ത് വെക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. പക്ഷെ നമ്മൾ ജീവിതത്തിലേക്ക് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എന്തൊരു കുരിശാ, പല കുരിശുകളാണ് എനിക്ക്. അങ്ങനെ ഒരിക്കലും ഉണ്ടാകില്ല. ജീവിതത്തിൽ ഒരാൾക്ക് ഒരു കുരിശേ ഉണ്ടാവും. കാരണം ഒരു കുരിശ് വട്ടവും നീളവും ജീവിതത്തെ ആകെ ചൂഴ്ന്നു നിൽക്കുന്നതാണ്. പല കുരിശുകൾ ഒരാൾക്ക് ഉണ്ടാവാൻ പറ്റില്ല. അപ്പോൾ കൊച്ചു കൊച്ചു സഹനങ്ങളെ കുരിശായിട്ട് സങ്കല്പിക്കാനാവില്ല. ജീവിതത്തെ ആകമാനം ഉലയ്ക്കുന്ന ഒരൊറ്റ സഹനമാണ് കുരിശ്. ഒരുപക്ഷെ ക്രിസ്തു കുരിശ് അങ്ങോട്ട് ചെന്ന് ഏറ്റുവാങ്ങുന്നതാണ്. ക്രിസ്തുവിന് വേണ്ടി ആരെങ്കിലും കുരിശ് പണിതുണ്ടാക്കുകയായിരുന്നില്ല, ക്രിസ്തു കുരിശ് പണിയുകയായിരുന്നു സ്വയം. 3 കൊല്ലം കൊണ്ട് ക്രിസ്തു പണിഞ്ഞുണ്ടാക്കിയ ഒരു കുരിശിനെയാണ് ക്രിസ്തു കെട്ടിപ്പുണരുന്നത്. അതിലേക്കുള്ള യാത്രയാണ്. മെൽ ഗിബ്സന്റെ ഫിലിം കണ്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മ വരും. ആ കുരിശെടുത്ത് കൊടുക്കുന്ന രംഗത്ത് ക്രിസ്തു ഈ കുരിശിനെ തഴുകുന്നുണ്ട്. കുരിശിനെ ഒന്ന് തഴുകിയിട്ടൊന്ന് കെട്ടി അങ്ങോട്ട് പിടിക്കുകയാണ്. അതൊരു വല്ലാത്തൊരു ഫീലാണ്. കാരണം ഈ കുരിശ് നമ്മളുടെ പലപ്പോഴും ഒരു വിചിന്തനം, ഈ കുരിശ് ആരോ ദുഷ്ടന്മാർ പണിത് ക്രിസ്തുവിന്റെ ചുമലിൽ വെച്ചു എന്നാണ്. നേരെ തിരിച്ച് നമുക്ക് ചിന്തിക്കാം, ക്രിസ്തു തനിക്ക് വേണ്ടി തന്നെ ഒരു കുരിശ് പണിയുകയായിരുന്നു. കാരണം തൻ്റെ മുൾവഴികളിലൂടെ ആരും നടക്കാത്ത പാതയിലൂടെ നടന്നു പോയപ്പോൾ അതൊരു കുരിശായി മാറുകയായിരുന്നു. സത്യത്തിൽ അതൊരു ദർശനമാണ്, ക്രിസ്തു ദർശനം തന്നെയാണ്. അപ്പോൾ ഒരു കുരിശ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ അത് 2 രീതിയിൽ നമുക്ക് എടുക്കാം. അതെ, 2 രീതിയിലെടുക്കാം. ഈ രീതിയിൽ തന്നെ വേണം നിങ്ങൾ എടുക്കാൻ എന്നതിന് വേണ്ടി യേശുനാഥൻ നമുക്കൊരു മാതൃക കാണിച്ചു തന്നു, അല്ലേ? അതെ. ആരെങ്കിലും പണിഞ്ഞൊരു കുരിശ് നിങ്ങളുടെ തോളിൽ വെക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ ഒരു കുരിശ് പണിയൂ. അപ്പോൾ നിങ്ങൾക്ക് അതിനെ മധുരമായി ആശ്ലേഷിക്കാനാവുന്ന ഒരു ചിന്ത, അത് ഒരു പക്ഷേ ഒരു ക്രിസ്തു സഹനത്തിന്റെ പ്രത്യേകതയാണ്. ആ ചിന്തകൾ തന്നെയാണ് ഈ പാട്ടിന് ആധാരം. ആ ചിന്തകളൊന്നുമല്ല. അപ്പൊ ക്രൂശിതൻ എന്ന് പറയുന്ന ഒരു ബിംബം, ഒരു രൂപം നമ്മൾ ഉണർത്തേണ്ടത് അത്തരം ഒരു ചിന്തയല്ലേ എന്നൊരു ആലോചന. നമുക്ക് ആ ഗാനം ഒന്ന് കേൾക്കാം. തീർച്ചയായിട്ടും. അച്ഛൻ്റെ അതിമനോഹരമായൊരു ഗാനം. ഓ ക്രൂശിതനെ
എന്നിൽ വന്നു വാഴണമേ. മനോഹരമാണ് ഈ ഗാനം. നമുക്ക് ആ ഗാനം ഒന്ന് കേട്ടുവരാം.
അച്ഛനുമൊത്തുള്ള ഈ യാത്ര അവസാനിക്കുന്നില്ല. നമ്മൾ ഇനിയും 1-2 എപ്പിസോഡുകൾ അച്ഛനുമൊത്ത് അച്ഛൻ്റെ വിശേഷങ്ങളും ഗാനവിശേഷങ്ങളും ഗാനാഞ്ജലിയുടെ വിശേഷങ്ങളും ഒക്കെയായി നമ്മൾ വീണ്ടും കാണും. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗാനാഞ്ജലി അടുത്ത ആഴ്ചയിൽ മറ്റൊരധ്യായത്തിൽ അച്ഛനുമൊത്തു തന്നെ നമുക്ക് വീണ്ടും യാത്ര തുടരണം. നന്ദി, നമസ്കാരം.